നമസ്കാരം. വാർത്തകളിൽ നെല്ലും പതിരും വേർതിരിക്കാം, ഒപ്പം വിലയിരുത്തലും. രാഷ്ട്രീയ സാമൂഹിക അർത്ഥങ്ങൾ വ്യക്തമായി കൃത്യമായി ഉന്നം തെറ്റാതെ. ക്ലിയർ കട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ന്യൂസ് 18 എഡിറ്റർ രാജീവ് ദേവരാജും ചേരുന്നു. നമുക്ക് UDFന്റെ നെഞ്ചിലെ കല്ലാവുകയാണോ വീണ്ടും കേരള കോൺഗ്രസും കോട്ടയം രാഷ്ട്രീയവും? ഘടകകക്ഷി നേതാവായ KM മാണിയെ പിണക്കാനും വയ്യ, PJ ജോസഫിന്റെ കണ്ണീര് കാണാനും വയ്യ എന്ന അവസ്ഥയിലാണ് അന്തം വിട്ട കോൺഗ്രസ്. പിളരുമോ വളരുമോ എന്നുറപ്പില്ലാതെ കേരള കോൺഗ്രസുകാർ തമ്മിലടിക്കുമ്പോൾ UDFന്റെ ഉരുക്ക് കപ്പലിലാണ് ഓട്ട വീഴുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1,20,599 വോട്ടിന് UDF ജയിച്ച മണ്ഡലമാണ് തോമസ് ചാഴിക്കാടനെ കേരള കോൺഗ്രസ് ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ സ്ഥാനാർത്ഥിയായി പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥ. മുഖ്യകക്ഷിയായ കോൺഗ്രസിന്റെ പ്രാദേശിക ഘടകങ്ങളിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ചൊല്ലി അടിപൊട്ടിക്കഴിഞ്ഞു. പക്ഷേ അതൊക്കെ വരും ദിവസങ്ങളിൽ പരിഹരിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് നേതാക്കൾ. കേരള കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നമാണ്. ആ പ്രശ്നം രമ്യമായി അവർ പരിഹരിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെയും വിശ്വാസം. ആ പാർട്ടി പരിഹരിക്കട്ടെ. അത് കഴിയുന്നില്ലെങ്കിൽ പിന്നീട് ആലോചിക്കാൻ, കൂട്ടായി ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. മുന്നണി വിട്ട് കോൺഗ്രസിനെ പഴിച്ചു നടന്ന KM മാണിയോടുള്ള കോൺഗ്രസ് അണികളുടെ പക ഇനിയും അടങ്ങിയിട്ടില്ല. അതിനു പുറമെയാണ് കോൺഗ്രസിന്റെ രാജ്യസഭാ സീറ്റും മകന് വേണ്ടി വാങ്ങിയെടുത്തത്. പ്രധാനപ്പെട്ട ഒരു ദൗത്യം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു, സ്ഥാനാർത്ഥിയാകണമെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ആയി എന്നുള്ളത്. ഇത്തവണ കോട്ടയം സീറ്റ് PJ ജോസഫിന് നൽകിയിരുന്നുവെങ്കിൽ KM മാണിയോടുള്ള കോൺഗ്രസുകാരുടെ പിണക്കം മാറിയേനെ. അതിനൊന്നും ഇട കൊടുക്കാതെയാണ് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ PJ ജോസഫിന്റെ ആവശ്യത്തെ നിർദാക്ഷിണ്യം തള്ളിക്കളഞ്ഞത്. അദ്ദേഹത്തിന് ഈ പാർട്ടിയെ പിളർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ഏകാധിപത്യമായി ഈ പാർട്ടിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ളൊരു ശ്രമമാണ് അദ്ദേഹത്തിൻ്റെ ശ്രമം. അദ്ദേഹത്തെ ആരും ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് പോക്ക്. മുറിവേറ്റ PJ ജോസഫിനെ എങ്ങനെ അനുനയിപ്പിക്കാമെന്നതാണ് കോൺഗ്രസുകാരുടെ മുന്നിലെ വെല്ലുവിളി. കോൺഗ്രസ് നേതൃത്വവുമായി മാത്രമേ സംസാരിക്കാനുള്ളൂ എന്ന് PJ ജോസഫും വ്യക്തമാക്കി കഴിഞ്ഞു. UDF നേതാക്കളുമായി ഞാൻ ചർച്ച നടത്തും, കോൺഗ്രസ് നേതാക്കന്മാരെ കാണും, എല്ലാം ശുഭമായി പര്യവസാനിക്കും എന്ന് അതിന്റെ ഫലം പോലിരിക്കും കോട്ടയം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലവും. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. രണ്ടില പിളർപ്പിലേക്കോ? കോട്ടയം രാഷ്ട്രീയത്തിൽ ക്ലൈമാക്സും ആന്റി ക്ലൈമാക്സും തുടരുമ്പോൾ ക്ലിയർ കട്ടിൽ നമുക്കൊപ്പം ന്യൂസ് 18 എഡിറ്റർ രാജീവ് ദേവരാജും ചേരുന്നു. ഈ വിഷയത്തിൽ രാജീവ്, ജോസഫ് അടുത്ത നീക്കം എന്ത്? ഈ ചോദ്യമാണ് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. പക്ഷെ അതിനിടയിലെല്ലാം ജോസഫ് ആവർത്തിക്കുന്നു, എല്ലാം ശുഭകരമായി പര്യവസാനിക്കും, ഞാൻ UDF നേതാക്കളുമായി സംസാരിക്കട്ടെ, സംസാരിച്ച ശേഷം പറയാം എന്നാണ് പറയുന്നത്. KM മാണിയുമായി ചർച്ച നടത്തട്ടെ എന്നല്ല, UDF നേതാക്കളുമായി സംസാരിക്കട്ടെ, വിഷയം ശുഭപര്യാസയായി അവസാനിക്കും എന്ന് ജോസഫ് ആവർത്തിക്കുന്നു. PJ ജോസഫ് KM മാണിയുമായിട്ടുള്ള ബന്ധം ഏതാണ്ട് ഉപേക്ഷിച്ചു കഴിഞ്ഞു. അദ്ദേഹം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കൽ പോലും അദ്ദേഹം KM മാണിയുമായിട്ട് സംസാരിക്കാമെന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നേയില്ല. UDF നേതാക്കളുമായി സംസാരിക്കാം, കോൺഗ്രസ് നേതാക്കളുമായി സംസാരിക്കാം എന്നുള്ളതാണ് പറയുന്നത്. നമുക്കറിയാവുന്ന ഒരു കാര്യം, ജോസ് കെ മാണിയെ രാജ്യസഭാ MP സ്ഥാനം നൽകി KM മാണിയുടെ പാർട്ടിയെ UDFിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അന്ന് ഈ കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും, രമേശ് ചെന്നിത്തലയാവട്ടെ, അന്ന് MM ഹസനാവട്ടെ, ഉമ്മൻചാണ്ടി ആവട്ടെ, അതുപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗ് നേതാവ്, അദ്ദേഹമാണ് ഇതിനൊരുപക്ഷെ ഇത്തരത്തിലൊരു സെറ്റിൽമെന്റ് ഉണ്ടാക്കുന്നതിന് മുൻകൈയെടുത്തത്. പക്ഷേ ഇപ്പോൾ അവരാരുമില്ല. ഇപ്പോൾ രമേശ് ചെന്നിത്തല പറയുന്നത് നമ്മൾ കേട്ടതാണ്, അത് കേരള കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നമാണെന്ന്. യഥാർത്ഥത്തിൽ PJ ജോസഫിനുമായി കോൺഗ്രസ് അദ്ദേഹത്തിന് ഒരു മോഹം കൊടുത്തിരുന്നു. PJ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഈ പാർട്ടിയിൽ ജോസ് കെ മാണി ചെയർമാനായി വരുമ്പോൾ, ജോസ് കെ മാണി ചെയർമാനാവുക ഇനി എന്നുള്ളത്, അതായത് ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ മാസങ്ങൾക്കുള്ളിൽ അദ്ദേഹം ചെയർമാനാകും. അങ്ങനെ ജോസ് കെ മാണി ചെയർമാനാവുന്ന പാർട്ടിയിൽ നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് PJ ജോസഫിന്റെ ഉറച്ച തീരുമാനമാണ്. അദ്ദേഹത്തിന് ആ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയേ പറ്റുള്ളൂ. അങ്ങനെ പുറത്തു പോകുമ്പോൾ UDFിൽ ഒരു ഘടകകക്ഷിയായി നിൽക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ താല്പര്യം. അതിന് സഹായം ചെയ്യാമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരുന്നതാണ്. ആ കോൺഗ്രസ് നേതാക്കളാണ് ഇപ്പോൾ PJ ജോസഫിന് മുന്നിൽ കൈമലർത്തുന്നത്. അതുകൊണ്ടായിരിക്കണം PJ ജോസഫ് എന്തായാലും UDF നേതാക്കളെ കാണട്ടെ, കോൺഗ്രസ് നേതാക്കളെ കാണട്ടെ, ഇത് നന്നായി അവസാനിക്കും എന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കും. ഏതെങ്കിലും രീതിയിൽ ഇപ്പൊ പറഞ്ഞ പോലെ ഇനിയിപ്പോ കോൺഗ്രസും ജോസഫും തമ്മിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു സെറ്റിൽമെന്റ്, അതായത് കൃത്യമായി പറഞ്ഞാൽ എന്തെങ്കിലും വാഗ്ദാനം കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നുണ്ടാകുമോ? കൃത്യമായി ഒരു സീറ്റ് മുന്നോട്ട് വെക്കുന്നുണ്ടാകുമോ കോൺഗ്രസ്? ജോസഫ് കോൺഗ്രസിനോട് അദ്ദേഹം സീറ്റ് ആവശ്യപ്പെടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഒന്നിൽ ചാലക്കുടിയോ അതല്ലെങ്കിൽ ഇടുക്കിയോ ഒരു സീറ്റ് നൽകി ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇങ്ങനെ ഒരു PJ ജോസഫിന് ഇങ്ങനെ ഒരു മോഹം നൽകിയതിനു ശേഷം ഇങ്ങനെ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് മാറുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമാണ്. മാത്രമല്ല, കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി KM മാണിയാണ് മുന്നണിയിലെ ഘടകകക്ഷിയുടെ നേതാവ്. ആ നേതാവിനെ പിണക്കിക്കൊണ്ട് അവർക്ക് മാറി നിൽക്കാൻ കോൺഗ്രസിന് കഴിയില്ല, KM മാണിയെ പിണക്കാൻ കഴിയില്ല. അന്ന്
ഈ കെ എം മാണിയെ തിരിച്ച് രാജ്യസഭാ അംഗത്വം നൽകി കൊണ്ടുവരുന്നതിനെ എതിർത്തവരോട് പറഞ്ഞിരുന്ന ഒരു കാര്യം, കെ എം മാണി ഇല്ല എങ്കിൽ മധ്യ തിരുവിതാംകൂറിൽ, ഇടുക്കിയിൽ, കോട്ടയത്ത്, പത്തനംതിട്ട അങ്ങനെയുള്ള മണ്ഡലങ്ങളിലൊക്കെ മത്സരിച്ച് വിജയിക്കുന്നതിന് കഴിയില്ല എന്നുള്ളതായിരുന്നു. ഏതായാലും ഇത്തരമൊരു സാഹചര്യത്തിൽ കെ എം മാണിയെ പിണക്കി കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. പി ജെ ജോസഫിനെയും പിണക്കാൻ വയ്യ. അങ്ങനെ ഒരു വിഷമ വൃത്തത്തിൽപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിന് മുന്നിൽ പി ജെ ജോസഫ് ഇടുക്കി അതല്ല എങ്കിൽ ചാലക്കുടി എന്ന സീറ്റുമായൊക്കെ ആവശ്യപ്പെട്ട് വന്നാൽ, പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു സീറ്റ് എടുത്ത് കൊടുക്കാൻ കഴിയുന്ന അവസ്ഥയിലല്ല കോൺഗ്രസ്. അതുകൊണ്ട് കോൺഗ്രസ് ശരിക്കും ഒരു വിഷമവൃത്തത്തിലാണ്. എനിക്ക് തോന്നുന്നു കോൺഗ്രസ് കുറച്ചും കൂടെ ഇനി ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഇടപെടാൻ കഴിയുകയില്ല കോൺഗ്രസിന്. അങ്ങനെ ഒരു വിഷമവൃത്തത്തിൽ കൂടിയുണ്ടോ? ആദ്യം ബെന്നി ബെഹനാൻ പറഞ്ഞു, യു ഡി എഫ് കൺവീനർ പറയുന്നു പ്രശ്നം രമ്യമായി പരിഹരിച്ചില്ലെങ്കിൽ യു ഡി എഫ് നേതൃത്വം ഇടപെടും. അല്പം കഴിയുമ്പോൾ അത് പ്രതിപക്ഷ നേതാവ് ചെന്നിത്തല അത് തിരുത്തുന്നു. അങ്ങനെയല്ല, കേരള കോൺഗ്രസിന് ഇത് പരിഹരിക്കാൻ കഴിയുമെന്ന് പറയുന്നു. അങ്ങനെ ഒരു നിലപാടിൽ തന്നെ ഒരു മയപ്പെടുത്തൽ ഉണ്ടായത് എന്തുകൊണ്ടായിരിക്കും? അപർണ, ഈ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇങ്ങനെ ഒരു അല്പം അകൽച്ച പാലിച്ച അല്ലെങ്കിൽ അകന്നു നിന്ന് മാത്രമേ കോൺഗ്രസിന് അത് കൈകാര്യം ചെയ്യാൻ കഴിയുള്ളൂ. പ്രധാനപ്പെട്ട നേതാവായ, മുന്നണി നേതാവായ കെ എം മാണിയെ എങ്ങനെ പിണക്കും എന്നുള്ളതാണ് കോൺഗ്രസിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ മറ്റൊരു കാര്യം കൂടി, കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നൊരു സഹായം പി ജെ ജോസഫ് ഒരുപക്ഷെ പ്രതീക്ഷിച്ചിരുന്നത്, മുന്നണി ഈ കക്ഷിയിൽ നിന്ന് പിളർന്നു മാറിക്കഴിഞ്ഞാൽ അത് മുന്നണിക്കുള്ളിൽ തന്നെ, യു ഡി എഫിനുള്ളിൽ തന്നെ നിൽക്കണം എന്നുള്ളതാണ് പി ജെ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അദ്ദേഹത്തിന്റെ കൂടെയുള്ള MLA മോൻസ് ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ആയാലും യു ഡി എഫ് വിട്ടുപോയി കഴിഞ്ഞാൽ കടുത്തുരുത്ത സീറ്റിൽ വിജയിക്കാം എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. എൽ ഡി എഫിലാണെങ്കിൽ റിസ്ക് ആണ്, യു ഡി എഫിലാണെങ്കിൽ എന്നെന്നും ജയിക്കാം. പി ജെ ജോസഫിന്റെ കാര്യവും അത് തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് മുന്നണിയിൽ തന്നെ ഒരു ഘടകകക്ഷിയായി നിൽക്കണം. അങ്ങനെ ഘടകകക്ഷിയായി നിൽക്കാൻ വേണ്ടി പിളർന്നു മാറിക്കഴിഞ്ഞാൽ കൂറുമാറ്റ നിരോധന നിയമം അവരുടെ മേൽ വരും. അങ്ങനെയാണെങ്കിൽ നിയമസഭാംഗത്വം നഷ്ടപ്പെടാം. അതുണ്ടാകാതെ കെ എം മാണിയെ അനുനയിപ്പിച്ച് ഇതിനകത്ത് നിൽക്കുക എന്നുള്ളതാണ് പി ജെ ജോസഫിന്റെ ആവശ്യം. അതിന് ഒരുപക്ഷെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തോ അതല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ലോക്സഭയിലോ സീറ്റൊക്കെ വേണം എന്നുള്ളത് പി ജെ ജോസഫ് ആവശ്യപ്പെടുന്നു. പക്ഷെ അത് നൽകാൻ കോൺഗ്രസിന് ഇപ്പോൾ കഴിയുന്നില്ല. അങ്ങനെ ഒരു വാഗ്ദാനം നൽകാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. ഇപ്പോൾ നമ്മുടെ പ്രൈം ഡിബേറ്റിനകത്ത് ജോസഫ് ഗ്രൂപ്പ് വിഭാഗം, ജോസഫ് ജോൺ സംസാരിച്ച കാര്യമാണ്. വിമർശനം ജോസഫ് ഗ്രൂപ്പ് ഉന്നയിക്കുന്നുണ്ട്, പക്ഷെ അത് കെ എം മാണിക്കെതിരെയല്ല, ജോസ് കെ മാണിക്കെതിരെയാണ്. ജോസ് കെ മാണി ഇതിനകത്തൊരു ഏകാധിപതിയെ പോലെ പെരുമാറുന്നു. കെ എം മാണിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതേയില്ല ജോസഫ് ഗ്രൂപ്പ്. ഈ പറഞ്ഞതുപോലെ ഒരു പക്ഷേ ഇതിനകത്ത് ഒരു പുനർവിചിന്തനം ഉണ്ടായേക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടോ ജോസഫ് ഗ്രൂപ്പ്? അപർണ, കെ എം മാണി എന്ന നേതാവിനെ അംഗീകരിക്കാൻ പി ജെ ജോസഫിന് പ്രശ്നമുണ്ടാവില്ല. പക്ഷേ അവിടേക്ക് നേതൃസ്ഥാനത്തേക്ക് മകൻ ജോസ് കെ മാണി കടന്നു വരുന്നതാണ് പി ജെ ജോസഫിന്റെ പ്രശ്നം, പി ജെ ജോസഫിന് ഒപ്പം നിൽക്കുന്നവരുടെയും പ്രശ്നം. അതുപോലെ തന്നെ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ചെയർമാനായി സുഖകരമായി, അതായത് മറ്റു പ്രശ്നങ്ങളില്ലാതെ ഈ പാർട്ടിയെ നയിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വേണമെങ്കിൽ പി ജെ ജോസഫിനെ പോലുള്ള നേതാവ് അതിനകത്ത് ആവശ്യമില്ല. അത്രയും വലിയൊരു പാർട്ടി വേണമെന്നില്ല ജോസ് കെ മാണിക്ക്. അദ്ദേഹത്തിന് ഒരു ചെറിയ പാർട്ടി അല്ലെങ്കിൽ പി ജെ ജോസഫും സംഘവും പോകുന്ന ഒരു പാർട്ടി ആയാലും മതി. അതാവുമ്പോൾ അദ്ദേഹത്തിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങും എന്നുള്ളത് ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആവശ്യമാണ്. അപ്പോൾ ജോസ് കെ മാണിക്ക് പി ജെ ജോസഫ് പോകണം, പി ജെ ജോസഫിനും ആ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി യു ഡി എഫിന് ഉള്ളിൽ തന്നെ നിൽക്കണം. ഇതാണ് രണ്ടു കൂട്ടരുടെയും മനസ്സിലിരുന്നത്. നേരത്തെ നമ്മൾ ഇന്നലെ ഈ വാർത്ത വന്നപ്പോൾ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ്. കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിലുള്ള റിഫ്റ്റ് കോട്ടയത്തുള്ളത്. ഇപ്പോഴിതാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അത് കയ്യാങ്കളി വരെ എത്തി നിൽക്കുന്നു. തോമസ് ചാഴിക്കാടൻ എന്ന ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിൽ ആ തീരുമാനം കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം പാളിപ്പോയി എന്നൊരു തോന്നൽ ഉണ്ടാകുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ തോമസ് ചാഴിക്കാടൻ അല്ല ആരായാലും കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അവിടെ പ്രഖ്യാപിക്കപ്പെട്ട് കഴിയുമ്പോൾ കോൺഗ്രസ് അണികളിൽ നിന്ന് അതിശക്തമായ എതിർവികാരമാണ് ഉണ്ടാകുന്നത്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, കോൺഗ്രസുമായി തെറ്റിക്കഴിഞ്ഞപ്പോൾ കെ എം മാണി എടുത്ത നിലപാടുകൾ കോൺഗ്രസ് പ്രവർത്തകരുടെ നോവിച്ചിട്ടുണ്ട്, അവരെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ കെ എം മാണിയുടെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ പി ജെ ജോസഫിനോ പി ജെ ജോസഫിന്റെ അണികൾക്ക് ആർക്കെങ്കിലുമോ ഈ സീറ്റ് നൽകിയിരുന്നുവെങ്കിൽ കോൺഗ്രസും ഈ കേരള കോൺഗ്രസും തമ്മിലുള്ള പ്രശ്നം, അതായത് കെ എം മാണിയുടെ പാർട്ടിയുമായുള്ള പ്രശ്നം ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പോടുകൂടി തൽക്കാലത്തേക്കെങ്കിലും അവസാനിക്കുമായിരുന്നു. അതിനു പകരം പിടിച്ച പിടിയാലെ കെ എം മാണി, ജോസ് കെ മാണി എന്നിവർ ചേർന്ന് തോമസ് ചാഴിക്കാടനെ, പി ജെ ജോസഫിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു തീരുമാനമെടുത്തു. അതാണ് കോൺഗ്രസ് അണികളിൽ നിന്നും ഇത്ര വലിയൊരു വികാരം ഉണ്ടായിരിക്കുന്നത്. ഒരു കാര്യം ഓർക്കണം, 1,20,599 വോട്ടിന് കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥി ജയിച്ച മണ്ഡലമാണ് അവിടെയാണ് ഇത്തരത്തിലൊരു വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസ് പ്രാദേശിക ഘടകങ്ങൾ ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ ഏറ്റെടുക്കാൻ കഴിയില്ല എന്നൊരു വികാരവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഇത് UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമാണ്. ഇങ്ങനെ ഒരു വലിയ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഇത് കോട്ടയത്ത് മാത്രം നിൽക്കില്ല, അവിടെ ഇടുക്കിയിൽ ബാധിക്കാം, പത്തനംതിട്ടയിൽ ബാധിക്കാം, അങ്ങനെ സമീപ മണ്ഡലങ്ങളെ ഒക്കെ ബാധിക്കാം, മാവേലിക്കരയിൽ ബാധിക്കാം.
ഇതാണ് കോൺഗ്രസിനെയും UDF നേതൃത്വത്തെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിഷമമുണ്ടാക്കുന്ന കാര്യം. ഒരു പാളയത്തിൽ ഇങ്ങനെ നടക്കുമ്പോൾ മറുപാളയത്തിൽ പരോക്ഷമായിട്ട് വാതിൽ തുറന്നുകൊണ്ടുള്ള ചില പരാമർശങ്ങൾ നടത്തുന്നു. കോടിയേരി പറയുന്നു നാണം കെട്ടി ഇങ്ങനെ നിൽക്കുകയല്ലോ, പുറത്തല്ലേ വരേണ്ടതെന്ന് പറയുന്നു. അതൊരു വശത്ത്. പക്ഷെ അതോടൊപ്പം തന്നെ ഇത് കോട്ടയത്തെ ഇടത് സ്ഥാനാർത്ഥിക്ക് എത്രത്തോളം ഗുണകരമാകുന്ന ഒരു കാര്യമുണ്ട്. വി എൻ വാസുവിന്റെ പേര് വന്ന സമയത്ത് സിന്ധുമോൾ ജേക്കബൊക്കെ സ്ഥാനാർത്ഥി പട്ടികയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ചെറിയ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നതാണ്. എത്രത്തോളം കോട്ടയത്ത് വാസവന് വിജയം എളുപ്പമാകും? കോട്ടയത്ത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പിണക്കവും തമ്മിലടിയും ഒക്കെ കോട്ടയം രാഷ്ട്രീയവും കോട്ടയത്തിന്റെ പരിസരത്തുള്ള രാഷ്ട്രീയവും മധ്യ തിരുവിതാംകൂർ രാഷ്ട്രീയവും ഒരുപാട് കണ്ടതാണ്. പക്ഷേ വേണ്ട സമയത്ത് ഒന്നു ചേരാനുള്ള ഒരു കഴിവും ഈ തമ്മിലടിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മുടെ മുന്നിൽ പലപ്പോഴും തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഏതായാലും 1984 ഇതേപോലെ കേരള കോൺഗ്രസ് അന്നൊരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിരുന്നു, സ്കറിയ തോമസ്. പക്ഷേ ആ സ്കറിയ തോമസിനെ വേണ്ട വിധം അന്ന് UDFകാർ സ്വീകരിച്ചില്ല, കോൺഗ്രസുകാർ സ്വീകരിച്ചില്ല. ഇന്ദിരാ തരംഗം ഉണ്ടായിട്ടും സുരേഷ് കുറുപ്പ് എന്ന യുവ നേതാവ്, അന്ന് സുരേഷ് കുറുപ്പ് പക്ഷേ ആ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ മികച്ച സ്ഥാനാർത്ഥിയായിരുന്നു. അന്ന് അദ്ദേഹത്തിന് വിജയിച്ചു വരാൻ കഴിഞ്ഞു. പക്ഷെ അതേപോലെ ഇപ്പോൾ തോമസ് ചാഴിക്കാടനെ മറികടന്ന് കടന്നു വരാനുള്ള ഒരു അല്ലെങ്കിൽ അത്തരത്തിലൊരു കരിസ്മ വി എൻ വാസവൻ എന്ന നേതാവിന് അല്ലെങ്കിൽ സ്ഥാനാർത്ഥിക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംശയമാണ്. മാത്രമല്ല അന്നത്തെ കോട്ടയം അല്ല ഇന്നത്തെ കോട്ടയം. പാല, പിറവം, അതുപോലെ തന്നെ കടുത്തുരുത്തി പോലുള്ള UDF കേന്ദ്രങ്ങൾ കടന്നു വന്നിരിക്കുന്ന ഒരു മണ്ഡലമാണ് കോട്ടയം. ഒരു പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിന് പകരം സുരേഷ് കുറുപ്പ് തന്നെ ആയിരുന്നു അവിടെ സ്ഥാനാർത്ഥിയെങ്കിൽ തോമസ് ചാഴിക്കാടനെ സംബന്ധിച്ചിടത്തോളം UDFനെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസിന്റെ ഈ തീരുമാനത്തെ സംബന്ധിച്ചിടത്തോളം ചോദ്യം ചെയ്യുന്ന വലിയൊരു ഫലം ഒരു പക്ഷേ ഉണ്ടാകുമായിരുന്നു. ചോദ്യങ്ങൾ പലതാണ്. PJ ജോസഫ് എന്തിനായിരിക്കും കോട്ടയം സീറ്റിന് വേണ്ടി വാശി പിടിച്ചത്? എന്തുകൊണ്ടാണ് PJ ജോസഫിന് സീറ്റ് കൊടുക്കില്ല എന്ന ഉറച്ച നിലപാട് KM മാണിയും ജോസ് കെ മാണിയും ചേർന്നെടുത്തത്? അതാണ് കേരള കോൺഗ്രസ് തമ്മിലടിയുടെ കാതൽ. ബാർക്കോഴ കേസിൽപ്പെട്ട് നാണം കെട്ട് മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോകുമ്പോൾ KM മാണി മുഖം രക്ഷിക്കാൻ ഒരു അവസാന അടവ് പ്രയോഗിച്ചിരുന്നു. PJ ജോസഫ് കൂടി രാജിവെച്ച് കേരള കോൺഗ്രസ് മൊത്തത്തിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കുക. പക്ഷേ ഉപ്പ് തിന്നാതെ വെള്ളം കുടിക്കേണ്ട കാര്യമില്ലെന്ന് നിലപാടെടുത്ത് PJ ജോസഫ് ആ കെണിയിൽ വീണില്ല. അന്ന് തന്നെ KM മാണി മനസ്സിൽ കുറിച്ചിട്ടിരിക്കണം PJ ജോസഫിനോട് കണക്ക് തീർക്കാനുള്ള സമയം. ഇതിനിടെ പാർട്ടിയുടെ തലപ്പത്തേക്ക് ചെയർമാനായി KM മാണിയുടെ മകൻ ജോസ് കെ മാണിയെ കൊണ്ടുവരാനുള്ള തീരുമാനം നടപ്പാക്കാനുള്ള അവസരം കാത്തിരിക്കുന്ന കാര്യം PJ ജോസഫും തിരിച്ചറിഞ്ഞു. ജോസ് കെ മാണിയുടെ കീഴിൽ പാർട്ടിയിൽ തുടരാൻ PJ ജോസഫിന് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ UDFൽ തുടർന്നുകൊണ്ട് മറ്റൊരു പാർട്ടിയാവാനാണ് PJ ജോസഫിന്റെ തീരുമാനം. അത് കോൺഗ്രസ് നേതൃത്വവുമായി സംസാരിക്കുകയും അതിന് സഹായിക്കാമെന്ന് അവർ വാഗ്ദാനം നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ KM മാണിയെ പിണക്കിക്കൊണ്ട് അതിന് പറ്റില്ലെന്ന് പറഞ്ഞ് കൈമലർത്തുകയാണ് കോൺഗ്രസ് നേതൃത്വം. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. അതായത് കൃത്യമായിട്ട് ജോസഫ് ഗ്രൂപ്പിനും ജോസഫിനും അറിയാം 2 സീറ്റ് കോൺഗ്രസ് തരാൻ പോകുന്നില്ല. അത് ജോസ് കെ മാണി കൊടുക്കാനും പോകുന്നില്ല. പിന്നെ മാത്രമല്ല ഇത് കോട്ടയം സീറ്റ് വേണമെന്ന് ജോസഫ് ഉറച്ചു പിടിക്കുകയും ചെയ്തു. കൃത്യമായിരുന്നു ഇങ്ങനെയൊക്കെയാണ് ചിത്രങ്ങൾ പോകുന്നത്. എന്നിട്ടും ആ നിർബന്ധ ബുദ്ധി എന്തിനായിരുന്നു എന്നൊരു ചോദ്യം കൂടിയാണ് ബാക്കിയാവും. PJ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ്, അദ്ദേഹത്തിന് ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയേ പറ്റൂ. അതല്ല എങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ ജോസ് കെ മാണിയുടെ ഒരുപക്ഷെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കാം ജോസ് കെ മാണിയുടെ നേതൃത്വം, ജോസ് കെ മാണി ചെയർമാനായി, ഒരുപക്ഷെ ഇത് നേരത്തെ തന്നെ നടക്കേണ്ടതായിരുന്നു, ഒരുപക്ഷെ PJ ജോസഫിന്റെ എതിർപ്പ് കൊണ്ടായിരിക്കണം നടക്കാത്തത്, അത് അദ്ദേഹം അംഗീകരിക്കേണ്ടി വരും. അത്തരത്തിൽ ജോസ് കെ മാണിയുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് അതിനകത്ത് നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ജോസ് കെ മാണിയുടെ പ്രവർത്തന രീതി ആയിരിക്കും. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് PJ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ജോസ് കെ മാണി അംഗീകരിക്കാൻ കഴിയില്ല. ഇതുകൊണ്ടുകൂടി ആകണം, അല്ലെങ്കിൽ ഇതിനൊരു കാരണം വേണം, ആ കാരണം ഉണ്ടാക്കാൻ കൂടിയാകണം ഇങ്ങനെ ഒരു സീറ്റ് വേണം എന്നുള്ളത് PJ ജോസഫ് ആവശ്യപ്പെടാൻ കാര്യം. അതിനപ്പുറം ഏതായാലും 2 പാർലമെന്ററി സ്ഥാനം, അതായത് പാർലമെന്റിൽ 2 സ്ഥാനം, ഒരാൾക്ക് ഒരു ഗ്രൂപ്പിന് രാജ്യസഭ കിട്ടുന്നു, മറ്റൊരാൾക്ക് ലോക്സഭ അല്ലെങ്കിൽ മത്സരിക്കാനുള്ള ഒരു അവസരം ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളത് PJ ജോസഫിന് മനസ്സിൽ തോന്നിയെങ്കിൽ അതിൽ ഒരിക്കലും തെറ്റ് പറയാനില്ല. പക്ഷേ PJ ജോസഫിന്റെ ഉള്ളിൽ KM മാണിയുടെ പാർട്ടിയുമായി, ജോസ് കെ മാണി ചെയർമാനായി വരാൻ പോകുന്ന പാർട്ടിയുമായി ഒത്തുപോകാൻ കഴിയില്ല എന്നുള്ളത് PJ ജോസഫിന്റെ ഒരു ഉറച്ച തീരുമാനം തന്നെയായിരിക്കും. നമ്മൾ നേരത്തെ കോൺഗ്രസിന് ഉണ്ടാകുന്ന ഒരു നഷ്ടത്തെക്കുറിച്ചാണ് എനിക്കൊന്ന് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയണം എന്ന് തോന്നുന്നു. ഒരു പക്ഷേ ഇടുക്കി അല്ലെങ്കിൽ ചാലക്കുടി ഏതെങ്കിലും ഒരു സീറ്റ് ചോദിക്കുന്ന ഘട്ടത്തിലേക്ക് ജോസഫ് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ മാണി ഗ്രൂപ്പിനുള്ള പാലം ജോസഫ് വലിച്ചാലും അതിൽ കോൺഗ്രസിന് കൃത്യമായിട്ട് പരിക്ക് പറ്റും. നേരത്തെ പറഞ്ഞതാണ് കോട്ടയത്ത്, അത് കോട്ടയത്ത് മാത്രമല്ലോ, ഇടുക്കിയിലാണെങ്കിലും വലിയ രീതിയിലുള്ള അപകടം കോൺഗ്രസിന് സംഭവിക്കും.
ഇടുക്കി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഉറച്ച ഒരു സീറ്റായി കണക്കാക്കാവുന്ന ഒരു സീറ്റാണ്. ഇതിനു മുൻപ് പഴയ ഇടുക്കിയിൽ ഫ്രാൻസിസ് ജോർജ് 1-2 തവണ ജയിച്ചിട്ടുണ്ട്. ക്ഷമിക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രത്യേക സാഹചര്യത്തിൽ കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ മലയോര കർഷകരുടെ ഇടയിൽ വലിയ ആശങ്കയുണ്ടായ സാഹചര്യത്തിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതി മുന്നോട്ട് വെച്ച പ്രശ്നങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് ഉയർന്നു വന്ന സ്ഥാനാർത്ഥിത്വമാണ് ജോയ്സ് ജോർജിന്റേത്. അന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജോയ്സ് ജോർജ് അവിടെ വിജയിച്ചു. പക്ഷേ അന്നത്തെ പോലെ അത്ര എളുപ്പമല്ല ജോയ്സ് ജോർജിന് ഇപ്പോൾ കാര്യങ്ങൾ. പക്ഷേ അവിടെ UDF അല്ലെങ്കിൽ കോൺഗ്രസും മറ്റ് ഘടകകക്ഷികളും എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. അങ്ങനെ ഒന്നിച്ചു നിൽക്കാത്ത ഒരു സാഹചര്യം വന്നാൽ ഇങ്ങനെ PJ ജോസഫിനെ പിണക്കി നിർത്തുക, അല്ലെങ്കിൽ KM മാണിക്ക് കോൺഗ്രസിൽ വിശ്വാസമില്ല, കോൺഗ്രസിന് KM മാണിയിൽ വിശ്വാസമില്ല, ഇതിനിടയിൽ PJ ജോസഫ് പ്രശ്നമുണ്ടാക്കുന്നു. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഇടുക്കിയിൽ പോലും അവരുടെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സാധ്യതകളെ അട്ടിമറിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകും എന്നുള്ളത് കോൺഗ്രസിന് കാണാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞ തവണ ചാലക്കുടിയിലും തൃശ്ശൂരുമായിട്ട് ഒരു സ്ഥാനാർത്ഥി വെച്ച് മാറ്റം കോൺഗ്രസ് തന്നെ നടത്തിയത് 2 സീറ്റ് നഷ്ടപ്പെടുത്തി. അതേപോലെ തന്നെ മുന്നണിക്കകത്തുണ്ടാകുന്ന ഒരു പ്രശ്നം ഈ 2 സീറ്റുകളെയും അല്ലെങ്കിൽ പത്തനംതിട്ടയെ അല്ലെങ്കിൽ മാവേലിക്കരയെ എങ്ങനെ ബാധിക്കുമെന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. വെയിറ്റ് ആൻഡ് വാച്ച് എന്നാണ് ഇടതിന്റെ സഖാക്കളുടെ തീരുമാനം. പരസ്യ പ്രതികരണങ്ങൾ വലുതായിട്ട് നടത്തുന്നില്ല. കോടിയേരിയെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ 30 വർഷത്തിന് മുമ്പുള്ള ആ സാഹചര്യത്തിലേക്ക് പോകുമെന്ന് ഉറ്റുനോക്കുന്നു. എന്ന ഒരു പടി കൂടി കടന്നിട്ട് നേരെ ജോസഫിനെ സ്വാഗതം ചെയ്യുകയായിരുന്നു ജനാധിപത്യ കേരള കോൺഗ്രസ്. ആ രീതിയിലുള്ള ഒരു ഫോർമുലയ്ക്ക് അത് പരിപൂർണമായിട്ട് തള്ളിക്കളയാവുന്ന ഒരു സ്ഥിതിയുണ്ട്. അത് ഇടതുമുന്നണിയുടേത് അതൊരു ഇന്നിപ്പോ കോടിയേരി ബാലകൃഷ്ണ പ്രസ്താവന വന്നു, സ്വാഗതം ചെയ്യുന്നു അല്ലെങ്കിൽ ഒക്കെ പറയുന്നുണ്ടെങ്കിലും അതൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് UDF അണികളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണന്റെ CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു തന്ത്രം മാത്രമായിട്ട് ഇപ്പോൾ കാണാൻ കഴിയുകയുള്ളൂ. കാരണം ആത്യന്തികമായി UDF വിട്ടുവരാൻ PJ ജോസഫിന് അത്ര താല്പര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനപ്പുറം മോൻസ് ജോസഫ്, കൂടെയുള്ള MLA ആയ മോൻസ് ജോസഫിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കടുത്തുരുത്തി ഒരു സീറ്റ് ഉറപ്പിച്ചു നിൽക്കണമെങ്കിൽ അത് UDF നിൽക്കുമ്പോഴാണ് ഏറ്റവും സേഫായിട്ട് അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയുന്നത്. ഈ പല കാരണങ്ങളാൽ പെട്ടെന്ന് UDF വിട്ട് LDF പോവുക എന്നുള്ളത് PJ ജോസഫിന് മുന്നിലുള്ള ഒരു അജണ്ടയല്ല. പക്ഷേ അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നവരുണ്ടാകാം. ഇപ്പുറത്ത് നിൽക്കുന്ന ജനാധിപത്യ കേരള കോൺഗ്രസ് തന്നെ അതിനുള്ള ചില ചരടുവലികൾ നടത്തുന്നുണ്ടാകാം. അദ്ദേഹത്തെ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടാകും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്ര എളുപ്പം ഒരു മുന്നണി മാറ്റം എന്നുള്ളത് PJ ജോസഫിന്റെ മുന്നിൽ ഒരു അജണ്ടയായി ഉണ്ടാവില്ല. അങ്ങനെ വന്നാൽ മറ്റൊരു കാര്യം, ഈ കൂറുമാറ്റ നിരോധന നിയമം എന്ന കാര്യത്തിൽ സഹായിക്കാൻ കോൺഗ്രസ് പോലും ഉണ്ടാവില്ല എന്നുള്ളതും നമുക്ക് മുന്നിലുള്ള ഒരു യാഥാർത്ഥ്യമാണ്. റൈറ്റ്. കേരള കോൺഗ്രസിൽ തമ്മിൽ തല്ല് തുടരുമ്പോൾ തർക്കം തീരാതെ നീളുകയാണ് കോൺഗ്രസിലെ സ്ഥാനാർത്ഥി. AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയായി വളർന്ന KC വേണുഗോപാൽ മത്സരിക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? തീരുമാനിക്കുന്നത് പോയിട്ട് അക്കാര്യത്തിൽ അഭിപ്രായം പറയാൻ പോലും KPCC പ്രസിഡന്റിന് കഴിയില്ല എന്ന് ഇന്ന് മനസ്സിലായി. KC വേണുഗോപാൽ മത്സരിക്കുമെന്ന് സൂചന നൽകിയ മുല്ലപ്പള്ളി രാമചന്ദ്രന് അത് 1 മണിക്കൂറിനുള്ളിൽ തിരുത്തി പറയേണ്ടി വരും. പാർട്ടി ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിനിടയിൽ ആലപ്പുഴയിൽ മത്സരിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. വ്യക്തിപരമായി എനിക്ക് മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതൊക്കെ ഉണ്ടാകാം. പക്ഷേ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് വിശാലമായിട്ടുള്ള പാർട്ടി താല്പര്യമാണ് എന്നുള്ളതുകൊണ്ട് ആലപ്പുഴയിൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് രംഗത്ത് മത്സരിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായ ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം ഞാൻ അറിയിക്കുകയാണ്. KC വേണുഗോപാൽ ഇത് പറഞ്ഞത് 2 ദിവസം മുൻപാണ്. KPCC പ്രസിഡന്റിനെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടെന്നും KC വേണുഗോപാൽ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ച മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞത് നേരെ തിരിച്ചു. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ട അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ്. ഞാൻ അതേക്കുറിച്ച് മുൻവിധിയോടുകൂടി എന്തും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനർത്ഥം അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ടതായിട്ടില്ല. KC വേണുഗോപാൽ ആലപ്പുഴ വിട്ട് മറ്റേതോ സുരക്ഷിത മണ്ഡലത്തിലേക്ക് ചേക്കേറുന്നുവെന്ന തോന്നലാണ് ഇതുണ്ടാക്കിയത്. AICCയിലെ രണ്ടാമനായ KC വേണുഗോപാലിന് ഈ പ്രസ്താവന ഉണ്ടാക്കുന്ന ക്ഷീണം ഒട്ടും ചെറുതല്ല. ഇത് മുല്ലപ്പള്ളി രാമചന്ദ്രന് സ്വയം തോന്നിയിട്ടാണോ അതോ ആരെങ്കിലും തോന്നിപ്പിച്ചിട്ടാണോ എന്നറിയില്ല. ഉടൻ തന്നെ തിരുത്തി. അദ്ദേഹം മത്സരിക്കാനില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ നിയോജകമണ്ഡലത്തിൽ നിന്ന് ആളുകളൊക്കെ തന്നെ എന്നെ നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ മിസ്റ്റർ KC വേണുഗോപാൽ. പിന്നെ അദ്ദേഹം മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സത്യമായിട്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷ രൂപത്തിൽ ദീർഘവർഷക്കാലം അദ്ദേഹത്തോടൊപ്പം പാർലമെന്റിൽ പ്രവർത്തിച്ച അംഗമന്ത്രി രൂപത്തിൽ അദ്ദേഹം പാർലമെന്റിൽ പോകേണ്ടത് അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി ആശയക്കുഴപ്പത്തിന്റെ ആവശ്യമില്ല. KC വേണുഗോപാൽ ഇത്തവണ ലോക്സഭയിലേക്ക് കേരളത്തിൽ നിന്ന് മത്സരിക്കാനുണ്ടാവില്ല. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. സ്ഥാനാർത്ഥി പട്ടികയുടെ തുടക്ക ചർച്ചയ്ക്ക് മുന്നേ തന്നെ KC വേണുഗോപാലിന് വേണ്ടി ചുവരെഴുത്ത് UDF തുടങ്ങിയ മണ്ഡലം കൂടിയാണ് ആലപ്പുഴ.
ഇത്ര കൃത്യമായിട്ടുള്ള ഒരു വജ്രായുധം മുല്ലപ്പള്ളി കൈ എടുത്ത് കൃത്യമായി ഇടത് സ്ഥാനാർത്ഥിക്ക് ഇടതുപക്ഷത്തിന് കൊടുക്കുകയായിരുന്നില്ലേ ആലപ്പുഴ? അത് അങ്ങനെ കാണാൻ കഴിയില്ല. ഒരു ആശയക്കുഴപ്പമാണ്. ആശയക്കുഴപ്പത്തിനപ്പുറം കെ.സി. വേണുഗോപാൽ ആദ്യം തന്നെ പറഞ്ഞു, ഞായറാഴ്ചയാണ് പറഞ്ഞത്, ഞാൻ ഇത്തവണ മത്സരിക്കാനില്ല, ആലപ്പുഴയിൽ മത്സരിക്കാനില്ല. പറഞ്ഞത് ആലപ്പുഴയിൽ മത്സരിക്കാനില്ല എന്നാണ്. പക്ഷേ അദ്ദേഹം ഉദ്ദേശിച്ചത് ഇത്തവണ മത്സരിക്കാനില്ല. പ്രത്യേകിച്ചും കേരളത്തിൽ 3ാം ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിനുശേഷം പിന്നെയും 4 ഘട്ടങ്ങൾ ബാക്കിയുണ്ട്. ആ ഘട്ടങ്ങളിലൊക്കെ കോൺഗ്രസിന്റെ വിവിധ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യങ്ങളിൽ, അവരുടെ സംഘടനാ കാര്യങ്ങൾ, അവർക്ക് മറ്റ് സർട്ടിഫിക്കറ്റ്സ്, സാക്ഷ്യപത്രങ്ങൾ നൽകുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കെ.സി. വേണുഗോപാലിന് നിർവഹിക്കാനുണ്ട്. ഒരു പക്ഷേ കേരളം അവസാന ഘട്ടത്തിലായിരുന്നു എങ്കിൽ കെ.സി. വേണുഗോപാൽ അത്തരത്തിൽ ഒരുപക്ഷെ മത്സരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമായിരുന്നു. മാത്രമല്ല, ആലപ്പുഴയിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ലൊരു കാൻഡിഡേറ്റിനെ ഫീൽഡ് ചെയ്യുകയും ചെയ്തു. കോൺഗ്രസിന്റെ സംഘടനാ കാര്യങ്ങളുമായൊക്കെ മുഴുകിയിരിക്കുന്ന കെ.സി. വേണുഗോപാലിന് ഇത്ര ഒരുപക്ഷെ കടുത്ത ഒരു എതിരാളിയെ നേരിടേണ്ടി വരുന്ന സാഹചര്യത്തിൽ ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കുക എന്ന് പറയുന്നത് അത്ര ഒരു എളുപ്പമുള്ള കാര്യമല്ല. ഇതെല്ലാം പരിഗണിച്ചാണ് കെ.സി. വേണുഗോപാൽ മത്സരരംഗത്തില്ല എന്നുള്ള കാര്യം തീരുമാനിച്ചത്. അത് അദ്ദേഹം KPCC പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും അറിയിച്ചു കഴിഞ്ഞു എന്ന് ആണ് അദ്ദേഹം ഞായറാഴ്ച പറഞ്ഞത്. മാത്രമല്ല, ഈ കാര്യം സ്വാഭാവികമായും രാഹുൽ ഗാന്ധിയുമായി ചർച്ച ചെയ്തതിനു ശേഷം തന്നെയായിരിക്കും ഇങ്ങനൊരു തീരുമാനമെടുത്തത്. ഇതിനിടെയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്ന് ഒരു പ്രസ്താവന നടത്തുകയും പിന്നീട് അത് തിരുത്തുകയും ചെയ്തത്. ഇതാണ് യഥാർത്ഥത്തിൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കിയത്. KPCC പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് തന്നെ തിരുത്തേണ്ട ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായി. അതിൽ പക്ഷേ കെ.സി. വേണുഗോപാൽ ഒരു പക്ഷേ ഈ കാര്യത്തിലുള്ള അനിഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നത് സംബന്ധിച്ചുള്ള കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു തിരുത്തൽ വേണ്ടി വന്നത്. പക്ഷേ കെ.സിക്ക് ഏറ്റവും സുരക്ഷിതമായ മണ്ഡലം ആലപ്പുഴ തന്നെയാണ്, അങ്ങനെയല്ല എന്ന് താൻ പറഞ്ഞിട്ടില്ല എന്ന് രണ്ടാമത് തിരുത്തുമ്പോൾ മുല്ലപ്പള്ളി മാധ്യമങ്ങളോട് പറയുന്നു. പക്ഷേ ഈ സ്ഥാനാർത്ഥി പട്ടികയുടെ ആദ്യ ഒരു ചർച്ചയിലൊക്കെ വയനാട് മണ്ഡലത്തിലൊക്കെ കെ.സിയുടെ പേര് പരാമർശിച്ചിട്ടുമുണ്ട്. അത് അപർണ, യഥാർത്ഥത്തിൽ വയനാട്ടിൽ അങ്ങനെ വരാൻ കാര്യം AICC ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ കർണാടകത്തിന്റെ ചുമതല കൂടി കെ.സി. വേണുഗോപാലിനുണ്ട്. അപ്പോൾ കർണാടകവുമായി ചേർന്ന് കിടക്കുന്ന ഒരു മണ്ഡലം എന്നുള്ള രീതിയിലാണ് വയനാടിന്റെ കാര്യം വന്നിരുന്നത്. പക്ഷേ അതിനുശേഷമാണ് ഇതിന്റെ തെരഞ്ഞെടുപ്പിനൊക്കെ വളരെ മുമ്പേ തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ പിന്നീടാണ് അദ്ദേഹത്തിന് AICCയിൽ സംഘടനാ ചുമതലയുടെ ജനറൽ സെക്രട്ടറി എന്ന പദവിയിലേക്ക് അദ്ദേഹം, അതായത് സംഘടനാ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 2ാമൻ എന്ന പദവിയിലേക്ക് വന്നത്. അതോടുകൂടി അദ്ദേഹത്തിന് അവിടെ നിന്ന് മാറാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ടുകൂടിയാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. ഒരുപക്ഷെ സാഹചര്യങ്ങളൊക്കെ മാറി വരുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ രാജ്യസഭാ സീറ്റിൽ നിന്ന് അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ കോൺഗ്രസിന് കഴിയും. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം കെ.സി. വേണുഗോപാലിനെ ഡൽഹിയിൽ തന്നെ നിലനിർത്തേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള പല ഓപ്ഷൻസ് കോൺഗ്രസിന് മുന്നിലുണ്ട്. പക്ഷേ ഏതായാലും KPCC പ്രസിഡന്റ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നു. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെ ഒരാളിന്റെ പേര് തെക്കും വടക്കും അല്ലെങ്കിൽ മധ്യകേരളത്തിലും ഒക്കെയായി പലയിടത്ത് പരിഗണിക്കുന്നു. ഇങ്ങനെയുള്ള ആശയക്കുഴപ്പം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ കൂടി ഒരു കാര്യം ഉണ്ടായത് മൊത്തത്തിൽ കോൺഗ്രസിൽ കാര്യങ്ങൾ അത്ര ഒരു എന്തൊക്കെയോ ആശയ വ്യക്തതയില്ല എന്നുള്ള ഒരു സന്ദേശം പുറത്തു നൽകാനാണ് യഥാർത്ഥത്തിൽ സഹായിച്ചത്. ശബരിമല പ്രശ്നത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് കോൺഗ്രസ് നേതാക്കളെ പല തട്ടിലാക്കി കഴിഞ്ഞു. ഇന്ന് അഭിപ്രായം പറഞ്ഞ 3 നേതാക്കൾ 3 അഭിപ്രായമാണ് പറഞ്ഞത്. BJP ആകട്ടെ ഒറ്റക്കെട്ടായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാടിനെ എതിർക്കുകയും ചെയ്തു. ഓരോ പാർട്ടികളും അവരുടെ സൗകര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കാത്തിരുന്ന പ്രശ്നത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ കയറി ഇടപെട്ടത്. പൊളിറ്റിക്കൽ പാർട്ടീസ് അവരുടെ ഗ്രൗണ്ട് റൂൾസ് വെച്ചുകൊണ്ട് അതിൻ്റെ പരിമിതികൾ ലക്ഷ്മണരേഖ വെച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അവരുടെ പ്രചരണം നടത്തണം. ചട്ടത്തിൻ്റെ ഉല്ലംഘനം ഉണ്ടായാൽ വളരെ ശക്തമായിട്ട് നടപടി എടുക്കാൻ ഞാൻ പ്രത്യേകിച്ച് അവർക്ക് നിർദ്ദേശം ഇന്ന് തന്നെ ഒരു ഡിയോ ലെറ്റർ വഴി കൊടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് കോൺഗ്രസ് പാർട്ടിയെ 3ആയി കീറി. തിരുവനന്തപുരം മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച ശശി തരൂർ കമ്മീഷൻ നിലപാടിന് ഒപ്പമാണ്. No, I welcome this decision by the Election Commission. I think it's absolutely the right interpretation. ആദ്യം കോടതി വിധിയെ സ്വാഗതം ചെയ്യുകയും പിന്നീട് എതിർക്കുകയും ചെയ്ത് സർക്കാരിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച KPCC പ്രസിഡന്റിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാടിനെക്കുറിച്ച് പഠിക്കാൻ അല്പം കൂടി സമയം വേണം. അദ്ദേഹം ചെയ്ത ഈ ഒരു പ്രസ്താവന അത് നിയമവശങ്ങൾ അന്വേഷിച്ച് ആലോചിച്ച ശേഷം മാത്രമേ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു കമന്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. എന്നാൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് തികച്ചും വ്യത്യസ്ത അഭിപ്രായമാണ്. ശബരിമല ഒരു പ്രശ്നമാക്കി ഉയർത്തണമെന്ന കാര്യത്തിൽ സംശയമില്ല. ശബരിമല വിഷയം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നടന്നൊരു സംഭവമാണ്. അതൊരു ക്രമസമാധാന പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിലുണ്ട്. അത് ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല എന്ന് പറയുന്നതിനകത്ത് എന്ത് പ്രസക്തിയാണുള്ളതെന്ന് എനിക്കറിയില്ല.
ഇതേ അഭിപ്രായമാണ് BJPക്കുമുള്ളത്. മിസോറാം ഗവർണർ സ്ഥാനം രാജിവെച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തിരുവനന്തപുരത്തെത്തിയ കുമ്മനം രാജശേഖരൻ ഇക്കാര്യം എടുത്തു പറഞ്ഞു. വിശ്വാസവും ആരാധനയും ആചാരങ്ങളും സംരക്ഷിക്കപ്പെടണം എന്നുള്ള ഈ നാട്ടിലെ ജനങ്ങളുടെ വിചാരം അവരുടെ ചിന്ത അത് ഉയർത്തിപ്പിടിക്കും. ശബരിമല വിധി വന്നപ്പോൾ സർക്കാർ മാത്രം ഒരു വശത്തും ബാക്കിയുള്ളവരെല്ലാം കോടതി വിധിക്ക് എതിരുമായിരുന്നു. എന്നാൽ ഇപ്പോൾ വിധിയെ വിമർശിച്ചിരുന്ന കോൺഗ്രസിലാണ് വിള്ളൽ വീണിരിക്കുന്നത്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. ശബരിമല സമരത്തിൽ 100 നേതാക്കൾക്ക് 100 അഭിപ്രായമുണ്ടായ കോൺഗ്രസ് അത് തന്നെ ഇത്തവണയും പാലിക്കുന്നു. അതേസമയം BJP ഇത് ഉയർത്തിക്കൊണ്ടുവരണമെന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ കമ്മീഷൻ പറഞ്ഞതിനകത്ത് നിയമപരമായി നിലനിൽക്കുന്ന ഒരു ചോദ്യം അത് രണ്ടാമത്തെ ദിവസവും ബാക്കിയാണ്. ഇതിൽ 1951 ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ഇത്തരത്തിലുള്ള മത ജാതി ചിഹ്നങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കരുത് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ശബരിമല പ്രശ്നത്തിൽ ശബരിമല ഒരു വിഷയം എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്യുന്നതിന് ഒരു തടസ്സവുമില്ല. പക്ഷേ അതിനെ ജാതി മതം എന്ന് വേർതിരിച്ച് ജനങ്ങളുടെ ഇടയിൽ പലതരത്തിലുള്ള തട്ടുകളാക്കി അല്ലെങ്കിൽ അതിനെ ചൂഷണം ചെയ്ത് ജനങ്ങളുടെ ഇടയിലുള്ള ജാതി മത വികാരങ്ങളെയോ അല്ലെങ്കിൽ ദൈവം എന്നൊക്കെയുള്ള വികാരങ്ങളെ ശബരിമലയുമായി ബന്ധപ്പെടുത്തി ചൂഷണം ചെയ്ത് അത് തെരഞ്ഞെടുപ്പ് ലാഭത്തിനായി ഉപയോഗിക്കുന്നതിനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യഥാർത്ഥത്തിൽ എതിർക്കുന്നത്. അതല്ലാതെ ശബരിമല എന്ന് മിണ്ടാനേ പാടില്ല എന്നുള്ള ഒരു നിലപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തിട്ടേയില്ല. പക്ഷേ ചിലരെയെങ്കിലും വാക്കുകൾ നൽകുന്ന സൂചന അത് വിശ്വാസ പ്രശ്നം തുടങ്ങിയ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വരണം എന്നുള്ളതാണ്. പക്ഷേ അത് ഓരോ രാഷ്ട്രീയ കക്ഷികളുടെ താല്പര്യമായിരിക്കും. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തിരിക്കുന്ന നിലപാട് ഇത്തരത്തിൽ ജനങ്ങളെ പലതട്ടിലാക്കുന്ന ജാതിയുടെയും മതത്തിന്റെയും ദൈവത്തിന്റെയൊക്കെ പേര് പറഞ്ഞ് ശബരിമല പ്രശ്നത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെ നിയന്ത്രിക്കാനാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഒന്നും അല്ല എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളവും ശബരിമല എന്നുള്ളത് മിണ്ടാനേ പാടില്ല എന്നുള്ള നിലപാട് എടുക്കാൻ കഴിയില്ല. ഇതാണ് ഇപ്പോൾ തർക്ക വിഷയമായിരിക്കുന്നത്. ഏതായാലും നാളെ വീണ്ടും സർവകക്ഷി യോഗം ചേരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഈ കാര്യത്തിൽ കക്ഷികളുടെ കൂടുതൽ വ്യക്തമായ നിലപാടുകൾ നമുക്കറിയാൻ കഴിയും. ഈ വിഷയത്തിനകത്ത് തരൂർ കമ്മീഷനോട് യോജിക്കുകയാണ് ചെയ്തത്. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ തരൂരിന് സെറ്റ്ബാക്ക് ആകുമെന്നുള്ള രാഷ്ട്രീയ നിരീക്ഷണം ഇടയ്ക്കുണ്ടായിരുന്നു. കുമ്മനം കൊണ്ടുവന്നതുപോലും BJPയുടെ ആ പ്രതീക്ഷ കാരണമാണ്. അത് അതിന് പിറകിലുണ്ട്. അപർണ, ഈ കാര്യത്തിൽ ഡോക്ടർ ശശി തരൂർ പലതവണ പല നിലപാടുകൾ മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ C. ദിവാകരൻ കൂടി തെരഞ്ഞെടുപ്പ് മത്സര രംഗത്തേക്ക് വന്ന സാഹചര്യത്തിൽ ഒരു വിശ്വാസികളുടെ വോട്ട് അദ്ദേഹത്തിന് വേണം. അദ്ദേഹം ഒരുപക്ഷെ ഇതൊരു വിശ്വാസികളുടെ വോട്ട് ആകർഷിക്കാൻ വേണ്ടിയുള്ള ഒരു വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാൻ ശശി തരൂർ തയ്യാറായേക്കില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത്തരത്തിലൊരു ത്രികോണ മത്സരം നടക്കുമ്പോഴത്തേക്ക് മറ്റു സ്ഥാനാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തമായി പൊതു സമൂഹത്തിലെ അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ, സ്ത്രീകളുടെ, അങ്ങനെ ഈ രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള വോട്ടുകൾ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം വേണം. അവിടെ കുറച്ചുകൂടി പുരോഗമനപരമായ ഒരു നിലപാടെടുക്കുക എന്നുള്ളത് ശശി തരൂരിന്റെ ഉള്ളിലുള്ള നിലപാട് തന്നെയായിരിക്കണം. അതായിരിക്കണം അദ്ദേഹം ഒരുപക്ഷെ ഇന്നും പ്രകടിപ്പിച്ചത്. ഒരുപക്ഷെ ഇനി വരുന്ന ദിവസങ്ങളിലും അദ്ദേഹം പ്രകടിപ്പിക്കാൻ സാധ്യതയുള്ളതും അതുതന്നെയായിരിക്കും. കൂടുതൽ വാർത്തകളും വിശകലനങ്ങളുമായി നാളെ വീണ്ടും 9 മണിക്ക് കാണാം. ക്ലിയർ കട്ട്. നമസ്കാരം.